ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 2 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണത്. സോ ചെറുതൊക്കെ റെഡി ആയിട്ട് വന്നിരുന്നുണ്ട്. കുഞ്ഞുട്ടൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് പോലുമില്ല. ഞാൻ അവനെയൊക്കെ അവിടെ നിന്ന് എണീപ്പിച്ച് റെഡിയാക്കി എല്ലാം ചെയ്ത് ഞങ്ങളൊരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങി. വണ്ടിയിൽ കയറിയപ്പോൾ ചെറുതിന് ഭയങ്കര വാശി, അവൻ തന്നെ വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് കുറച്ച് ദൂരം അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്തു. അപ്പോൾ രാവിലെ അല്ലേ, ഉറക്കത്തിൻ്റെ ക്ഷീണം മാറണമെങ്കിൽ ഒരു ചായ കുടിച്ചാലല്ലേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു ബേക്കറിലോട്ട് കയറി. കുഞ്ഞുട്ടിനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. സോ അവൻ വരില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അമ്മനെ കാറിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ഞങ്ങൾ പോയവിടെ അവരെങ്ങനെയാണ് കടയിലെത്തിയെന്ന് പോലും അറിഞ്ഞില്ല. അവരുടെ ഉറക്കമൊക്കെ എവിടെ പോയി എന്നറിയില്ല. കുഞ്ഞുട്ടനാണെങ്കിലോ കേക്ക് വേണമെന്ന് വെച്ച് ഭയങ്കര വാശിയായിരുന്നു. ഞങ്ങൾ ചായയും കോഫിയും കൂടെ ഓർഡർ ചെയ്തു. അമ്മയും ചേച്ചിയും ഞാനും ഏട്ടനും എല്ലാവരും കൂടി ചായയും കോഫിയൊക്കെ കുടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞുട്ടിന് അത് ഐസ്ക്രീം അവിടെ ഉള്ളത് കണ്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം വേണമെന്നായി. പിന്നെ ഐസ്ക്രീം ആണോ കേക്കാണോ നോക്കിയപ്പോൾ അവൻ ഐസ്ക്രീം മതി എന്ന് വെച്ചു. പുലർച്ചെ 4 മണിക്ക് ഐസ്ക്രീം കഴിക്കുന്ന ഈ സാധനത്തിനെ നോക്കൂ ഗൈസ്. അങ്ങനെ അവൻ ഐസ്ക്രീം കഴിച്ച് ചെറുതിനെ കാണിക്കാതെ മറച്ച് വെച്ചാണ് കഴിക്കുന്നത്. ചെറുത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വേണമെന്ന് പറയും. ഞങ്ങളങ്ങനെ നേരമൊന്നും വെളുത്തിട്ടില്ല. അപ്പോൾ 4-5 മണി ആ ടൈമിലായിരുന്നു. ഭയങ്കര ഇരുട്ടായിരുന്നു. ഞങ്ങളങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് പോയി. അടിപൊളി വ്യൂ ആയിരുന്നു കാണാനായിട്ട്. 2 കിലോമീറ്റർ മുന്നേ തന്നെ ഞങ്ങൾ കാഴ്ചകൾ കണ്ടു തുടങ്ങി. സോ ഇത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും ഞങ്ങൾ എവിടേക്കാണ് പോയെന്ന്. ഗായ്സ്, ഞങ്ങൾ പോയത് തമിഴ്നാട്ടിലുള്ള പഴനി അമ്പലത്തിലേക്കായിരുന്നു. സോ കുറച്ച് ദൂരം എത്തുന്നതിന് മുന്നേ ഞങ്ങൾ കാറ് സൈഡാക്കിയിട്ടൊക്കെ കുറച്ച് കണ്ടിട്ടായിരുന്നു. കാരണം സ്റ്റെപ്പിലൊക്കെ ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഈ ടൈമിൽ പഴനി കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ പോയി അവിടെ എത്തി വണ്ടി പാർക്കിങ്ങിലിട്ടു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു പാർക്കിങ്ങിൽ നിന്ന് നടക്കാനായിട്ട്. സോ നടന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നി, കാരണം അത്രയും നേരത്തെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് എങ്ങനെ വിടുക എന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു വഴിപാടുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാണ്. അവിടെ ഫ്രണ്ടിൽ ഞങ്ങൾ കൽപ്പൂരം വാങ്ങാനായിട്ട് നിൽക്കുമായിരുന്നു കടയിൽ. അപ്പോൾ തന്നെ നല്ലോണം തിരക്ക്. ഇത്രയും തിരക്കിൽ ഞാൻ പഴനിക്ക് ഇന്നേ വരെ പോയിട്ടില്ല. പഴനിക്കെന്നല്ല, ഞാൻ ഏത് അമ്പലത്തിലും ഇത്രയും തിരക്കിൽ ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയി കാണുന്നത് അമ്പലത്തിൻ്റെ തൊട്ട് നേരെ മുൻവശത്തുള്ള ക്യൂ ആണ്. അവിടെ കാണുന്നത് ആൾക്കാർ അമ്പലത്തിലേക്ക് കയറി പോകാനുള്ള തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ പോകണമായിരുന്നു. സോ ഫോണ് താഴെ വെക്കണം, ഫോൺ മുകളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ മിസ്സായി. എന്നിട്ട് ഞങ്ങൾ ഫോണൊക്കെ ടോക്കൺ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് നടന്നു. മുകളിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടുത്തെ നല്ല തിരക്കായിരുന്നു. ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നിട്ടായിരുന്നു ഭഗവാനെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോൾ വഴിയോരത്തൊക്കെ ഫുൾ ആൾക്കാർ ഓരോ സാധനങ്ങൾ വിൽക്കാനായിട്ട് കുറേ ആൾക്കാർ കച്ചവടത്തിനായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ പിന്നെ റോട്ടിൽ കൂടെ കുഞ്ഞിട്ടിന് കൂടുതൽ ഭാഷയൊന്നും കാണിച്ചില്ല. ചെറിയ കാര്യങ്ങൾ, ബലൂൺ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവനക്ക് അതൊക്കെ മേടിച്ചു കഴിഞ്ഞു. പിന്നെ സൈഡിൽ തന്നെ കടകൾ, കുറേ സാധനങ്ങളുള്ള കടകൾ അവിടെ കുറേ ഉണ്ട്. 1-2 കൂടുതലുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വെറുതെ കയറി ഇറങ്ങി, കൂടുതലൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ കാണുന്നത് വണ്ടി പാർക്കിംഗ് ആണ്. വണ്ടി പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലാണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ ഇടാറ്. ഇപ്രാവശ്യം ഞങ്ങൾ വേറെ ഭാഗത്തിട്ട്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്ത് കാണുന്ന കാഴ്ചയാണ് ഗൈസ് ഇതെല്ലാം. അപ്പോൾ അത് കഷ്ടപ്പെട്ട് വരച്ചിട്ട് കിടക്കുന്നതാണ് തോന്നുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അവൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ തോന്നി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് ഉള്ളിൽ പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. മല കയറുന്നതോ അവിടുത്തെ കുറേ മങ്കീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന സാധനങ്ങൾ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം വന്നപ്പോൾ ഇവിടെ ഉണ്ട് ഒരു പെൺകുട്ടി കയറ്റി കൂടെ നടക്കുന്നത് ആയിരുന്നു. പക്ഷെ കാണുമ്പോൾ നല്ല സങ്കടം തോന്നി, കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ആയിരിക്കാം അവരും കഷ്ടപ്പെടുന്നൊക്കെ ആലോചിച്ചിട്ട്. പിന്നെ എൻ്റെ അമ്മ ആണെങ്കിൽ അവിടെ നിന്ന് വരുന്നില്ല, കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ വിഷമമാണ്. സോ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ട് അമ്മ അവിടെ തന്നെ നിന്നു. പിന്നെ കുറച്ച് ദൂരം വന്നപ്പോൾ റോപ്പ്, ഞങ്ങൾ ഇന്ന് വരെ സ്റ്റെപ്പ് കൂടെ പോയിട്ടുണ്ട്, ട്രെയിനിൽ കൂടെ കയറിയിട്ടുണ്ട്, പക്ഷേ റോപ്പിൽ പോയിട്ടില്ല. ഒരിക്കൽ നമ്മൾ അതും കൂടെ ട്രൈ ചെയ്യണമെന്ന് ഞാനും കുഞ്ഞിട്ടും പ്ലാൻ ചെയ്തിട്ട് അവനത് കാണിച്ചു കൊടുത്തിട്ട് വരികയായിരുന്നു. വാശിയൊന്നും പിടിക്കേണ്ടായിരുന്നില്ല കുട്ടികൾ. ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടും തോന്നിയില്ല കുട്ടികളെ കൊണ്ടുപോയിട്ട്. നല്ല തിരക്ക് എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വരുമ്പോൾ ഈ കാണുന്നതിൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഗൈസ്. എന്താണ് കമ്പംകൂഴ് എന്ന് പറയും. ഇത് തമിഴ്നാട്ടിൽ കൂടുതലായിട്ട് കാണുന്നതാണ്. തമിഴ്നാട്ടിൽ ഏത് അമ്പലത്തിൽ പോയി, ഫേമസ് ആയിട്ടുള്ള ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും ഈ സാധനം ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാറിലായിരുന്നു. ചെറുത് കുറച്ച് കരച്ചിലായതുകൊണ്ട് ഞങ്ങൾ വേഗം കാറിലേക്ക് പോവാം, അവന് ഫുഡ് കൊടുക്കാമെന്ന് വെച്ച് ഞങ്ങൾ വേഗം കാറിലേക്ക് വന്നു. ഫുഡ് കൊണ്ടുവന്നത് ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ പുളിച്ചോറായിരുന്നു. പുളിച്ചോറ് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ താളിച്ച് കൊണ്ടുവന്നതാണ്. അവർ ഇഡ്ഡലിയായിരുന്നു. ഇഡ്ഡലിയും കറിയും കൂട്ടിയിട്ട് അവർ കഴിച്ചു, ഞാൻ പുളിച്ചോറും കൂടെ കഴിച്ചു. എല്ലാം കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് യാത്രയായി. പക്ഷെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു സാധനം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. സോ അത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാറിലിരുന്നു. കുറച്ച് ദൂരം പോയപ്പോൾ ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി.
അപ്പോൾ ഉറങ്ങിപ്പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ശരിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്നോർത്തു. കമ്പം കൂടാണ് ഗൈസ്. ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല. സോ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ നിർത്തിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു മൊന്തയും കുറച്ചും കൂടെ ഒരു ഹാഫ് മൊന്തയും കൂടെ എക്സ്ട്രാ കൂടെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്ന വഴിയും കാണാനുള്ള അടിപൊളിയായിട്ടുള്ള വഴികളായിരുന്നു. കുറച്ച് ദൂരം എത്തിയപ്പോൾ ഞങ്ങൾ നടുപ്പുണി എത്തി. ഞങ്ങളുടെ സ്ഥലത്ത് എത്താറായപ്പോൾ വീണ്ടും ക്ഷീണം തോന്നിയിട്ട് ഞങ്ങൾ ചായയും ഒരു കഷ്ണം കേക്കും പിന്നെ എന്താ ജ്യൂസെന്ന് എനിക്ക് അറിയില്ല, അതിൻ്റെ കളർ കണ്ട് ഞാൻ മേടിച്ചാണ്. അതും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ വഴിയിലേക്ക് യാത്രയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴനിയിലത്തെ വിശേഷങ്ങൾ. ലവ് യു ആൻഡ് ബൈ.